ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ന് ചേർന്ന UDF നേതൃയോഗത്തിൽ ധാരണയായില്ല. ഈ മാസം 14-ന് നടക്കുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഉണ്ടായ ചർച്ച പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് 13-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത്. 13 വീണ്ടും ചർച്ച ആവശ്യമുണ്ട്. അത് 13-ാം തീയതി ചർച്ച തുടരും. അതാണ് സ്ഥിതി. ചർച്ച തുടരുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ യോഗം കൂടി കഴിഞ്ഞ് അവർ ഒരു കൂടിയാലോചന നടത്തിയ ശേഷം അവരുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം UDFൻ്റെ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 14-ാം തീയതി ഫെബ്രുവരി 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇവിടെ യോഗം വിളിച്ചിട്ടുണ്ട് UDFൻ്റെ സംസ്ഥാന ഏകോപന സമിതി. ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്ത് അന്ന് തന്നെ പ്രഖ്യാപിക്കും. വീണ്ടും യോഗം ചേരുമെന്നും അന്തിമ ഫലമാണ് പ്രധാനമെന്നുമാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. സലിം മാലിക് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം മാലിക്, 2ാം വട്ട ചർച്ചയിലും ധാരണയാകുന്നില്ല. ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുമെന്നാണ് വരുന്ന സൂചന? വേണു, ഈ 3ാം സീറ്റ് ആവശ്യം അത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അത് മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്താൻ പാടുപെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നേതൃയോഗത്തിന് ശേഷം ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഓരോ മുന്നണികളെയും കടക്കാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. അത് നടക്കാതെ വന്നത് ആ ചർച്ച 14-ാം തീയതിയിലേക്ക് മാറുന്നതുമൊക്കെ ഈ മുസ്ലിം ലീഗ് അയയാത്തത് കൊണ്ടാണ്. അതേസമയം ഈ കോൺഗ്രസ് ഈ സീറ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ചർച്ചയിലോടുകൂടി സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കക്ഷികളും കൂടിയിരിക്കുന്ന ഒരു യോഗത്തിൽ അത് വേണ്ട, ഒന്നുകൂടി ഒരു ഉഭയകക്ഷി ചർച്ച എന്ന നിലയിൽ അതല്ലെങ്കിൽ അതല്ലാത്ത സ്വഭാവത്തിലോ എന്തായാലും ചർച്ച ചെയ്യാം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ 3ാം സീറ്റ് ആവശ്യം അത് വയനാട് സീറ്റ് അല്ലെങ്കിൽ കണ്ണൂർ സീറ്റ് എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഇനി മുസ്ലിം ലീഗിന്റെ കോർ കമ്മിറ്റി കൂടി ചേർന്നതിന് ശേഷം ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് തീരുമാനിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു പരസ്യമായ വിഴുപ്പലക്കലിലേക്കൊന്നും പോകേണ്ട എന്നുള്ളതാണ് നിലവിൽ മുന്നണിയുടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തീരുമാനവും. വേണു, ശരി. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.